കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കഴിഞ്ഞു. നട തുറന്നു. ഗുരുവായൂരപ്പനെ കാണാനായിട്ട് പോകണ്ടേ? ആ ചതുർബാഹുവായ വിഗ്രഹത്തിൽ നിന്ന് ഏത് രൂപത്തിലാണ് ഭക്തരെ കാത്ത് ഭഗവാൻ ഇരിക്കുന്നത് എന്നറിയില്ലല്ലോ. നമുക്ക് പോയി നോക്കാം. ആദ്യം തന്നെ കിഴക്കേ നടയിലുള്ള മഞ്ജുളാലിനെ ഒന്ന് പ്രദക്ഷിണം ചെയ്ത് അത്തിമര ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണേശനെ കണ്ട് സർവ്വവിഘ്നങ്ങളും മാറ്റിത്തരാൻ വേണ്ടി പ്രാർത്ഥിച്ച് നമുക്കിങ്ങനെ ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് വരാം. അങ്ങനെ അകത്തേക്ക് വരുമ്പോൾ കൊടിമരവും അതേപോലെ ആ വലിയ ബലിക്കല്ലും അതിൻ്റെ മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കേശവൻ്റെ 2 കൊമ്പുകളും അതിന് നടുക്കുള്ള ലക്ഷ്മി ദേവിയുടെ വിഗ്രഹമൊക്കെ കണ്ട് അങ്ങനെ വാതിൽപ്പടി കയറുമ്പോൾ ഇടതേ സൈഡിലുള്ള മേൽപ്പത്തൂരിൻ്റെ പീഠം, അതേപോലെ ആ കെടാവിളക്ക് അതൊക്കെ കണ്ട് തൊഴുത് വലതേ സൈഡിലുള്ള ആദ്യത്തെ വലിയ തൂണ് കണ്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള തൂണാണ്. അത് കണ്ട് തൊഴുത് നമ്മൾ ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ്. ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, ഇന്ന് താഴത്തൊരു താമര ഇങ്ങനെ കാണാറുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ താമര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇതളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല രസമായിട്ടുള്ള താമര. ആ താമരയിൽ കാണുമ്പോഴോ 2 കാൽപാദങ്ങൾ കാണാണ്ട്, കാലിങ്ങനെ പിണച്ചു വെച്ച്, അപ്പോൾ കാൽ തളകൾ കാണാണ്ട്. അങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ വട്ടുകോണൊക്കെ അണിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഒരു കുഞ്ഞിയ കുമ്പയൊക്കെ കാണാണ്ട്, ആ കുമ്പയുടെ മുകളിലിങ്ങനെ അരമണി കിങ്ങിണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാണ്ട്. പിന്നെ മുകളിലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ 2 കൈവളകൾ കാണാണ്ട്, 2 കൈകളിൽ പൊന്നോടക്കുഴലുണ്ട്. അതേപോലെ തോൾവളകൾ കാണാണ്ട്, ആ പൊന്നോടക്കുഴൽ പിടിച്ച് ചുണ്ടോട് അമർത്തിയിട്ട് ഇങ്ങനെ ആ വേണുഗാനം പൊഴിക്കുകയാണ്. അതാണ് ആ കാഴ്ച. അങ്ങനെ കഴുത്തിലേക്ക് നോക്കുമ്പോൾ ഒരു മാങ്ങാമാല, ഒരു പതക്കം പോലത്തെ മാല, പിന്നെ ഒരു ഗോപീതിലകം വെച്ചിട്ടുണ്ട്. അതേപോലെ നെറ്റിമേലും ഉണ്ട് ഒരു ഗോപീതിലകം. അങ്ങനെ 3 ഗോപീതിലകങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ പീലി ഇങ്ങനെ കളഭം കൊണ്ട് ചാർത്തിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ തിരുമുടിമാല ചാർത്തിയിട്ടുണ്ട്. 2 തിരുമുടിമാല ഉണ്ട്. ഒരു വെളുത്ത പൂവും തുളസിയായിട്ടുള്ളതും, വെളുത്ത പൂവും തെച്ചിയായിട്ടുള്ളതും. അതേപോലെ തന്നെ 2 വലിയ ഉണ്ടമാലകളുണ്ട്. ഉണ്ടമാല എങ്ങനെയാ വെച്ചാൽ വനമാലയുടെ പോലെ, അതായത് തെച്ചിയും തുളസിയായിട്ടുള്ളത്. ഏകദേശം അങ്ങനെ തെച്ചിയും തെച്ചി തുളസി അങ്ങനെ ആയിട്ടുള്ളത്. അതേപോലെ തന്നെ കേട്ടോ. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിധാനമായിട്ട് 4-5 ഉണ്ടമാലകൾ ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. അത് താമര ഉണ്ട്, തെച്ചിയുണ്ട്, തുളസിയുണ്ട്, അങ്ങനെ വെളുത്ത പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ മുകളിലുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. വേണുഗാനം പൊഴിക്കുകയാണ്. അതൊന്ന് താമരയിൽ നിന്നിട്ടിങ്ങനെ മൃദുലമായ കാൽപാദത്തിൽ അങ്ങനെ ആ താമരയിൽ എന്താ പറയുക, താമര ഇതളിനെ പോലും നോവിക്കാത്ത തരത്തിലുള്ള നൃത്തമാണ്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച. ചുണ്ടത്താണെങ്കിലോ തെത്തിക്കളിക്കുന്ന പുഞ്ചിരി, സദാസമയമുള്ള പുഞ്ചിരി. എല്ലാവരും നോക്കിയിട്ട് എല്ലാ ഭക്തരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ് നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ. അപ്പോൾ നമ്മളെ ഇപ്പോൾ ആ ഗുരുവായൂരപ്പൻ്റെ സോപാനപ്പടിയിൽ നിന്ന് ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കുകയാണ് എന്നങ്ങനെ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് മനസ്സുകൊണ്ട് ആ ഗുരുവായൂരപ്പനെ തൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ എത്തിക്കുക. അപ്പോൾ അവിടെ ആ ഗുരുവായൂരപ്പൻ പ്രകാശം ചൊരിയും. ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും. അങ്ങനെ അവിടെ നിന്ന് തൊഴുത് നമ്മൾ നേരെ വന്ന് അഗ്നികോണിലുള്ള ബലിക്കല്ലും തിടപ്പള്ളിയൊക്കെ നോക്കി തൊഴുത് ചുവരിൻ്റെ മുകളിലുള്ള താമരക്കണ്ണനല്ല ആലിലക്കണ്ണനെ കണ്ടു തൊഴുത്, അതേപോലെ ആ ഗ്രില്ലിനപ്പുറത്തേക്ക് കിടന്ന സപ്തമാതാക്കളെ കണ്ടു തൊഴാം. പിന്നീട് നേരെ വന്ന് ഗണേശൻ്റെ അവിടെ വന്ന് കാണാം. ഗണേശൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം അലങ്കാരങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ വൈക്കത്തായിരുന്നു. അപ്പോൾ വൈക്കത്ത് ഇന്ന് അഷ്ടമി വിളക്കിൻ്റെയൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അഷ്ടമി വിളക്കിൽ നിന്ന് 8-ാം വിളക്കാണ്. അത് വളരെ രസമായിട്ടുള്ള കാര്യമായിരുന്നു. നന്നായിട്ടുള്ള ആ മഹാദേവനെ കാണാൻ പറ്റി. അങ്ങനെ ആ ഗണേശനെ നോക്കി കിരീടമൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗണേശനെ പ്രാർത്ഥിക്കുക. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി അറയിലേക്ക് നോക്കുക. സരസ്വതി ദേവീനെ പ്രാർത്ഥിക്കുക. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ.
അങ്ങനെ കഴിഞ്ഞ് വന്ന് ഗണേശനെയും അതേപോലെ മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ട് തൊഴുത് മേൽശാന്തിയുടെ അവിടെ നിന്ന് അർച്ചന പ്രസാദമൊക്കെ വാങ്ങിയിട്ട് വാമനരൂപവും ഗജേന്ദ്രമോക്ഷത്തിൻ്റെ രൂപമൊക്കെ കണ്ട് തൊഴുത് ഗരുഡാരൂഢനായിരിക്കുന്ന മഹാവിഷ്ണുവിനെയും അനന്തശായിയായ മഹാവിഷ്ണുവിനെയൊക്കെ കണ്ട് തൊഴുത് ശ്രീകോവിലിൻ്റെ പുറകുവശത്ത് വന്ന് സാഷ്ടാംഗം നമസ്കരിക്കുക. നമസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങളൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് കൃഷ്ണനെ, മുരുകനെയൊക്കെ കണ്ട് ഹനുമാൻ സ്വാമീനെയൊക്കെ കണ്ട് തൊഴുക. ഹനുമാൻ സ്വാമീനെ കണ്ട് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമസ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ അവിടുന്ന് കണ്ട് അതിനുശേഷം നമ്മൾ രാധാകൃഷ്ണ വിഗ്രഹവും കാളിയമർദ്ദന രൂപവും വെണ്ണക്കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വന്ന് കൊടിമരത്തിൻ്റെ അവിടെയും അതേപോലെ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് താമരക്കണ്ണനെ കണ്ട് തൊഴുക. എന്നിട്ട് അവിടുന്ന് കിഴക്ക് വശത്തേക്ക് നോക്കിയിട്ട് കൊടിമരം നോക്കി തൊഴുത് നൃത്താറയിലേക്കും അതേപോലെ മണിക്കിണറൊക്കെ തൊഴുത് പിന്നെ കുറൂരമ്മേനെയും നാരദരെയും വസുദേവരെയും മേൽപ്പത്തൂരിനെയൊക്കെ കണ്ട് തൊഴുത് അങ്ങനെ വന്ന് വടക്കേ നടയിൽ കൂടെ പുറത്തേക്ക് വന്ന് അങ്ങനെ പ്രസാദ കൗണ്ടറിൽ നിന്ന് അവിടുന്ന് ചന്ദനവും തീർത്തൊക്കെ വാങ്ങിയിട്ട് എടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാൻ പോവാം. ഭഗവതിയുടെ അവിടെ ഗോളകി തന്നെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ കാഴ്ച ധാരാളം പൂക്കളുണ്ട്, മാലകളായിട്ട് നല്ല മാലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഭഗവതിയെ പ്രാർത്ഥിക്കാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് പിന്നെ അവിടുന്ന് വരുമ്പോൾ കോർണറിലെത്തിയാൽ തിരിഞ്ഞ് നിന്നിട്ട് മമ്മിയൂരപ്പനെ പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് മമ്മിയൂരപ്പനെ പ്രാർത്ഥിച്ച് പിന്നെ കൊടിമരത്തിൻ്റെ അവിടെ വന്നിട്ട് വീണ്ടും ആ താമരക്കണ്ണനെ കണ്ട് തൊഴുത് പിന്നീട് നേരെ കൂത്തമ്പലത്തിൽ വന്ന് അവിടെയും നമസ്കരിക്കുക. അതിനുശേഷം അയ്യപ്പസ്വാമിയുടെ അവിടെയും വന്ന് അയ്യപ്പസ്വാമിയെ കണ്ട് പ്രാർത്ഥിക്കുക. അയ്യപ്പസ്വാമിയെ പ്രാർത്ഥിക്കുക. ഭൂതനാഥസദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ അവിടുന്ന് പ്രദർശനം ചെയ്തു വന്ന് പടിഞ്ഞാറ നടയിലുള്ള ദീപസ്തംഭത്തിൻ്റെ മുകളിലുള്ള വേണുഗോപാലിനെയും കൊടിമരത്തിൻ്റെ മുകളിലുള്ള ഗരുഡധ്വജനെയൊക്കെ കണ്ട് തൊഴുത് നേരെ വന്ന് പടിഞ്ഞാറ നടയിൽ കൂടെ പുറത്ത് വരിക. കുളത്തെ രുദ്രതീർത്ഥ കുളത്തെ പ്രദർശനം ചെയ്യാം. അതിൻ്റെ പ്രദർശനം ചെയ്യുമ്പോൾ നടുക്കുള്ള കാളിയമർദ്ദന രൂപിയെ കണ്ട് തൊഴുക. പിന്നീട് നാരായണാലയത്തിൽ പോയിട്ട് പൂന്താനം തിരുമേനി പൂജിച്ചിരുന്ന വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് ഭഗവതി നടയിലും കിഴക്കേ നടയിൽ വലിയ നടയിൽ വന്നിട്ട് അവിടെ നിന്നും ഭഗവാന്റെ ശ്രീലകത്തേക്ക് നോക്കി തൊഴുത് പിന്നെ തെക്കേ നടയിലെത്തുക. തെക്കേ നടയിൽ നിന്ന് വീണ്ടും ആ കൂവളത്തെ ഒന്ന് പ്രദർശനം ചെയ്യുക. അങ്ങനെ പ്രദർശനം ചെയ്യുമ്പോൾ മഹാദേവനെയും പാർവതി ദേവീനെയൊക്കെ മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെയും ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജയും കളഭാലങ്കാരമൊക്കെ കണ്ടു തൊഴുതു. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം. അതുപോലെ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ എല്ലാവർക്കും അവരവരുദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനോട് നമുക്ക് പ്രാർത്ഥിക്കാം. മെഡിക്കൽ കഴിയാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. അതൊക്കെ നന്നായിട്ട് പാസ്സാവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.